ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് ഒട്ടുമിക്ക ഹരിപ്പാടുകാർക്കും മനസ്സിലായി കാണും. ജൈവ കലവറ. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എക്സാക്റ്റ് അങ്ങോട്ട് പറഞ്ഞാൽ നമ്മുടെ ഡാടാപ്പടി പാലത്തിനടുത്ത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ കണ്ടാലോ. ഇതിനാണ് പറയുന്നത് ചനാപട്ടണം കരകൗശല വസ്തുക്കൾ. വളയ്ക്കു വള, മാലയ്ക്കു മാല, കളിപ്പാട്ടത്തിന് കളിപ്പാട്ടം, അങ്ങനെ ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. നമുക്ക് മാത്രമല്ല കേട്ടോ, ഈ ചെല്ലുന്ന ഓരോ വ്യക്തികൾക്കും ഈ ചേട്ടൻ ഇതിനെ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരും ഇതിനെപ്പറ്റിയുള്ള ഓരോ കാര്യങ്ങളും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ളം കുടിച്ചാൽ പാടുന്ന കിളിയാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ പക്ഷി ഇങ്ങനെ വന്ന് വെള്ളം കുടിച്ചു ഗുളു 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 വെള്ളം കുടിച്ച് ഇങ്ങനെ പറന്ന് വന്ന് വെള്ളം കുടിച്ചാൽ പാടും മൺകുരുവി. അവിടെ കുറച്ച് വളകളുടെ കളക്ഷൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. എനിക്ക് പറ്റുന്നില്ല, ഞാൻ കുത്തിക്കേറ്റിട്ട് നോക്കുന്നുണ്ട്. ഈ വളകളുടെ പ്രത്യേകതയെപ്പറ്റി വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ഒരു എള്ളുണ്ടി ഇത് കിട്ടിയിട്ടുണ്ട്, GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഓണാട്ടുകര റീജിയനിൽ. അപ്പോൾ ആ എള്ളിനൊരു പ്രത്യേകതയുണ്ട്, അതിന് നല്ല ഗുണം കൂടുതലാണ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഉണ്ടിയാണ് അത്. ഓരലിൽ ഇടിച്ച് എണ്ണ തയ്യാറാക്കില്ല, ഓരലിൽ കൃത്യമായിട്ട് ഒരാൾ നിന്ന് എണ്ണ ഇടിച്ച് 4-5 പേര് ചേർന്നുണ്ടാക്കുന്നതായത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ എണ്ണയുടെ ആ ഒരു ഗുണം മൊത്തം നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇലയപ്പം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇലയപ്പങ്ങൾ ഇവിടെ നമുക്കുണ്ട്. പിന്നെ ഒരുപാട് വിത്തുകൾ, ചെടികൾ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള തൈകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിളാണ്. പച്ചക്കറികൾ, നല്ല വിഷം ചേർക്കാത്ത നാടൻ പച്ചക്കറികൾ. ഇനി നമ്മൾ നേരെ പോകുന്ന ഇവരുടെ ഉപ്പേരികൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോളിലേക്കാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഇവരിതെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് അതിനകത്ത് കയറണമെങ്കിൽ പോലും മുടിയെല്ലാം കവർ ചെയ്ത് നമുക്കിതിലെ എല്ലാ ഉപ്പേരിയിൽ തൊടാനോ മെഷീൻസ് തൊടാനോ ഒന്നും പറ്റത്തില്ല. ഇതൊക്കെ കാണാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവർ കൈ ഉപയോഗിച്ചിട്ടല്ല ഇവരിതൊന്നും മുറിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നത്. എല്ലാം മെഷീൻ ഹെൽപ്പോടു കൂടിയാണ് ചെയ്യുന്നത്. 100% അതിൻ്റെ വൃത്തി ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരുപാട് ആൻറ്റിമാർ നിന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് എള്ളുണ്ട പോലെ സാധനങ്ങളാണ്. നല്ല കപ്പയപ്പേരി മുരിഞ്ഞു വരുന്നത്. നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ തരും കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ഒരു ഫീലല്ല ഇതിന്. പിന്നെ ഇതിപ്പം നമ്മൾ ആദ്യം കണ്ട എള്ളുണ്ട ഉണ്ടാക്കുകയാണ്. ഒരുപാട് സ്ത്രീ സംരംഭകർക്കൊരു ഉപകാരം കൂടിയാണിത്. ഒരുപാട് സ്ത്രീകൾക്ക് ജോലി ലഭിക്കുന്നുണ്ട് ഇവിടെ. ശരിക്കും ഒരു ബിസിനസ്സിനപ്പുറം ഒരു സോഷ്യലി കമ്മിറ്റഡ് സ്ഥാപനമാണിത്. നമ്മൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചേട്ടന്മാർ ഡപ്പേന്ന് ചീകിടുന്നതല്ലേ കാണുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം ആയതുകൊണ്ടാണ് ഉണ്ടാക്കുന്ന ഫുൾ പ്രോസസ്സ് നമ്മൾ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ പോകുന്നത്, ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, മോഡിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് തൈകളുണ്ട്. ഓമേനൊക്കെ റെഡ് ലേഡി എന്നൊക്കെ പറയുന്നത്. നമ്മളിതൊക്കെ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ് ടൈപ്പ് ചെടികൾ വേണമെങ്കിൽ ചെടികളെ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള കറിവേപ്പുകൾ, ചാമ്പ, പച്ചമുളകുകൾ, കാന്താരി, അതിൻ്റെയൊക്കെ ഒരുപാട് ശേഖരം. മുരിങ്ങ, നമ്മൾ കുറച്ച് അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വിലയൊന്നുമില്ല, ഭയങ്കര അഫോർഡബിളാണ്. ഒന്ന് മേടിച്ചില്ല ഒരു ദിവസം ഇവിടെ വന്ന് നടന്നിട്ട് കാണാനും നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് ഒന്ന് കാണാൻ പറ്റുന്നവർ. പിന്നെ ഒരുപാട് ഔഷധ ചെടികൾ നമ്മളിതൊന്നും കേട്ടിട്ട് പോലുമില്ല. ചില വീഡിയോസിനകത്തൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് അതിൻ്റെ എല്ലാം ഒരു നീണ്ട ശൃംഖല കാണാൻ കഴിയുന്നതാണ്. പിന്നെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഇവിടെ വിഷം ചേർക്കാത്തത് അവൈലബിളാണ്. ഇതിൻ്റെ ആംബിയൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഒന്നാണ്. റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല എത്തിച്ചേരാനൊന്നും. കണ്ട പച്ചക്കറികൾ ഓമയാണ്, വെണ്ടയ്ക്ക, തക്കാളിക്ക,
ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവരുടെ ഒരു നിലവറ എന്ന് പറയുന്നത്. ഇവർക്ക് ഒരുപാട് ഇങ്ങനെ പൊടിക്കുന്ന ധാന്യവർഗ്ഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്, അരികൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹൗ ബ്യൂട്ടിഫുള്ളി അവർ സ്പേസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണിത്. അരികളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്, വിത്തുകൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരെങ്ങനെയാണ് പലതരത്തിലുള്ള പൊടികൾ അവൈലബിൾ ആണ്. പുട്ടുപൊടി, അപ്പോൾ എല്ലാം ഇവർ എങ്ങനെയാണ് ഉണക്കുന്നതും പൊടിക്കുന്നതും. നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കൊണ്ട് മാത്രം നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്യും. നമ്മൾ വിചാരിക്കാതെ ഉണക്കാനിട്ടിരിക്കുന്നത് ഓപ്പൺ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇത്ര മഴ പെയ്താലും കുഴപ്പമില്ല, പെട്ടെന്ന് വാരേണ്ട ആവശ്യമില്ല. ഒരു ചൂട് എപ്പോഴും ഇതിനകത്ത് ഉണ്ടാവും. ഇതിനകത്ത് മോയ്സ്ചർ പുറത്തോട്ട് പോകാൻ എക്സോസ്റ്റ് ഫാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചൂട് വായു പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ മോയ്സ്ചർ പോകും. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. 56 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്കിവിടെ ചൂടുണ്ട് നല്ല വരുന്ന ദിവസങ്ങൾ. പിന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ മാത്രം പോയി അങ്ങ് വാരിയാൽ മതി. എല്ലാ ദിവസവും പോയി വാരേണ്ട ആവശ്യമില്ല. അങ്ങനെ ലേബർ കുറയും. പിന്നെ ഇതൊക്കെ എടുക്കാനൊക്കെ ഒരു വൈകുന്നേരം വാരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ താഴെ പാത്രം വെച്ചിട്ട് എടുക്കാം. ജൈവകലവറയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നാടൻ അനുഭവങ്ങളും കാഴ്ചകളുമായി ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.